കൊച്ചി രൂപത KCYM ഫോർമൽ ലീഡേഴ്സ് അലയൻസ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പാലക്കാട് ഡെപ്യൂട്ടി കളക്ടർ ജോസഫ് സ്റ്റീഫൻ റോബി യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോയും സമ്മാനങ്ങളും നൽകി ആദരിച്ചു. കൊച്ചി രൂപതയുടെ KCYM ഫോർമൽ ലീഡേഴ്സ് അലയൻസ് കുടുംബസംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. പാലക്കാട് ഡെപ്യൂട്ടി കളക്ടർ ജോസഫ് സ്റ്റീഫൻ റോബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, KCYM ആത്മീയതയെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തനങ്ങളല്ല നടത്തുന്നത്. വളരെ ക്രിയാത്മകമായ രീതിയിൽ രാഷ്ട്രീയമായും സാമൂഹികമായുമുള്ള ഇടപെടലുകളിലൂടെ ശ്രദ്ധേയമായ ഒരു ക്രൈസ്തവ പ്രസ്ഥാനമാണ്. വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതിയിൽ എത്തിച്ചേരണമെന്നും അതിനായി അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. കൂട്ടായ്മകളും സൗഹൃദങ്ങളും നിലനിർത്തുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ചെയർമാൻ ജോളി പവേലിൽ അധ്യക്ഷത വഹിച്ചു. ഞാൻ CC ജോർജിന്റെ വീട്ടിലും ജോർജ് കുട്ടിയുടെ വീട്ടിലും അതുപോലെ നെൽസന്റെ വീട്ടിലും ഒക്കെ പലപ്പോഴും കടന്നുറങ്ങിയിട്ടുണ്ട് KCYMന്റെ കാലത്ത്. കാരണം എഴുപുന്നയിലേക്ക് പോകാൻ മാർഗമില്ല. തഹസിൽദാർ ജോസഫ് ആന്റണി ഹർട്ടസ് മുഖ്യാതിഥിയായി. ഇന്റർനാഷണൽ കോർഡിനേറ്റേഴ്സ് ഷാനി ഫെർണാണ്ടസ്, സോണി കോതകത്ത് എന്നിവരെ ആദരിച്ചു. SSLC+2 വിജയികളെ മൊമെന്റോയും സമ്മാനങ്ങളും നൽകി അനുമോദിച്ചു. കൺവീനർ ജോർജ് വലിയതറ, ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻപുരക്കൽ, നെൽസൺ കോച്ചേരി, ബിനീഷ് ചക്കാലക്കൽ, ലിനു തോമസ്, ജോബി പനക്കൽ, PG സാബു, CC ജോർജ്, റിജൻ റിബല്ലോ, സിബി കണ്ടോത്ത്, സ്വരാജ് ജോസഫ്, വിനോദ്, ബിജു അറക്കപ്പാടത്ത്, ലിൻഡ ജോസഫ് എന്നിവരും പ്രസംഗിച്ചു. ഫോർമൽ ലീഡേഴ്സ് അലയൻസ് അത് തികച്ചും തളർന്നും വളർന്നും ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒത്തിരി നേതൃത്വത്തിലുണ്ടായിരുന്നു. പലപ്പോഴും നമ്മളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒരു മുതൽക്കൂട്ടായി മാറിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. KCYMൽ പ്രവർത്തിക്കുമ്പോൾ വിദ്യാർത്ഥികളോട് ഞാൻ പറയണേ, ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. സാറും അങ്ങനെയൊക്കെ, റോബിൻ സാറും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ട്യൂഷൻ എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ കൂടുതൽ അറിവിലേക്ക് കയറുകയാണ്. അത് നമ്മളെ ഭാവിയിലുള്ള മത്സര പരീക്ഷകളിലൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ നമ്മളുടെ അറിവിൽ നമ്മളവിടെ സ്റ്റാൻഡാണ്, നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കണേ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. വെൽക്കം. അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ.